കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിക്ക് മറുപടിയുമായി മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഭൂപേന്ദ്ര യാദവിന്റെ പ്രതികരണം അർദ്ധസത്യങ്ങളും കാര്യങ്ങൾ മറച്ചുവെക്കുന്നതുമെന്ന് എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. മലയോര ജനതയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്രം ചട്ടങ്ങളിൽ ഇളവ് വരുത്തുകയാണ് വേണ്ടതെന്നും എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്ന കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയ്ക്ക് മറുപടിയുമായി മന്ത്രി എ.കെ. ശശീന്ദ്രൻ. 1972 കേന്ദ്ര നിയമത്തിലെ ചട്ടങ്ങളനുസരിച്ച് മാത്രമേ സംസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ കഴിയൂ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുള്ള അധികാരം കേരളം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന. ഇതാണ് കേരളം ചെയ്തത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ഉണ്ടായിരുന്ന നിക്ഷിപ്തമായ അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തലവന്മാർക്കും സെക്രട്ടറിമാർക്കുമായി ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് പാസാക്കി. അതെന്തുകൊണ്ടാണ്? ഇവർ യോഗം കൂടി ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനെ അറിയിക്കുന്നതിലേക്കും എന്താ കാര്യമാണോ അവിടെ നടപ്പിലാക്കേണ്ടത് അത് നടപ്പിലാക്കാനുള്ള സാധ്യതയില്ല. ഇത് വല്ലാത്ത കാലതാമസം ഉണ്ടാക്കും. അപ്രായോഗിക നിർദ്ദേശങ്ങളാണ് കേന്ദ്ര നിയമത്തിലുള്ളത്. ഇതിൽ ഇളവ് വരുത്താൻ കേന്ദ്രം തയ്യാറാകണമെന്നാണ് കേരളം നിരന്തരം ആവശ്യപ്പെടുന്നതെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ഈ നിയമത്തിൽ കാലോചിതമായ പരിഷ്കാരം വേണം, അതിന് ഭേദഗതി വേണം എന്ന് സർക്കാർ ആവശ്യപ്പെടുക മാത്രമല്ല, കേരള നിയമസഭ ഇത് സംബന്ധിച്ച് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയും ഒന്നിലധികം തവണ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയെ സമീപിച്ച് ഈ കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പഴയ പല്ലവി ആവർത്തിച്ചുകൊണ്ട് അതിന് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ മലയോര കർഷക മേഖലയിലെ ജനങ്ങളെ തിരിച്ചുവിടാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചന കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടോ എന്ന് സംശയിക്കുന്നത് കൊണ്ടാണ്. പന്നിയെ ക്ഷുദ്രജീവിയായി കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടില്ല. കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം കേന്ദ്രമന്ത്രി ആവർത്തിക്കുന്നുവെന്നും എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. കൈരളി ന്യൂസ്, കോഴിക്കോട്.